നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇത് കളയാതെ സൂക്ഷിക്കണേ. വാ, ആന്റി നമ്മൾ കാത്തിരിക്കുമല്ലേ. ആന്റി ആന്റി ഞാൻ പോയിട്ട് വരട്ടെ. ആന്റി അനുഗ്രഹിക്കണം. ഭരതേ, നീ എന്താ വഴിതെറ്റി വന്നാണോ? അല്ലമ്മേ, ഞങ്ങൾ ശരിയായ വഴി കൂടെ തന്നെ വന്നത്. എന്താടാ, എന്നെ നീ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ ഭരതേ? പുന്നാര അമ്മായി മരുമകനെ അനുഗ്രഹിച്ച് യാത്രയാക്കുന്ന സമയത്ത് തന്നെ വന്നെത്താൻ കഴിഞ്ഞതില് ഞാനും അങ്ങോട്ട് അഭിമാനം കൊള്ളുക. നമ്മുടെ എല്ലാം ജീവിതത്തിൽ വളരെ വേഗം കടന്നു പോകുന്ന ഒന്നേ ഉള്ളൂ, സമയം. ആ സമയത്തെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല. എന്തായാലും ഇന്റർവ്യൂവിന് ഇനിയും ധാരാളം സമയമുണ്ട്. ഭാവനെ, എന്താ നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം? എന്താ ആന്റിക്ക് അത് അറിയണോ? എന്നാ ഞാൻ പറയാം. ഇന്ന് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പയ്യനെ ജോലിക്ക് ഇന്റർവ്യൂവിന് പോകാനുണ്ട്. അതും കേരള പോലീസില്. നാളത്തെ സബ് ഇൻസ്പെക്ടറാ. പാവം ആ പയ്യന്റെ ചേച്ചി രാവും പകലും കഷ്ടപ്പെട്ട് ഉറക്കമൊഴിഞ്ഞ് സമ്പാദിച്ച് അവനെ പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിച്ചതാ. പക്ഷേ അവനതെല്ലാം മറന്നു. ഇപ്പോ അവനൊരു കുടുംബകലയ്ക്കായ സ്ത്രീയെ കൈയടക്കി വെച്ചിരിക്കുക. ഭാവനെ, സൂക്ഷിച്ച് സംസാരിക്കണം. എന്നെ ആരും ഇവിടെ കൈയടക്കി വെച്ചിട്ടൊന്നുമില്ല. നിന്റെ ഒച്ച വേണ്ട, ഞാൻ സംസാരിച്ച് തീർക്കട്ടെ. ഇപ്പൊ അവന് അവന്റെ ചേച്ചിയും വേണ്ട, അമ്മയും വേണ്ട, സഹോദരങ്ങളെ ആരെയും വേണ്ട. എല്ലാവരെയും മറന്നുകൊണ്ട്, എന്തിന് പെറ്റമ്മയെ പോലും മറന്നുകൊണ്ട് ഇന്നവൻ ഇന്റർവ്യൂവിന് പോവാ. പക്ഷേ അവനെ അങ്ങനെ വിടാൻ ഞാൻ തയ്യാറല്ല. ചേച്ചിയോട് പറയാത്തത് പോട്ടെ, പക്ഷേ നൊന്തുപെറ്റ അമ്മയോട് പറയാതെ പോകുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് സ്വന്തം അമ്മയോട് പോയി യാത്ര പറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ചിട്ട് അവൻ പോയാ മതിയെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. അതെ, ആരോടൊക്കെ യാത്ര പറയണം, അനുഗ്രഹം വാങ്ങണമെന്നൊക്കെ എനിക്കറിയാം. എന്നോട് ആരും ആജ്ഞാപിക്കാൻ വരണ്ട. നീ ആരോടാ ആജ്ഞാപിക്കരുതെന്ന് പറഞ്ഞത്? നീ ആരാന്നാ നിന്റെ വിചാരം? പറയടാ. നിന്റെ അമ്മയോട് യാത്ര ചോദിച്ചിട്ട് നീ ഇന്റർവ്യൂവിന് പോയാ മതി. ഇല്ല, ഞാൻ പറയില്ല. വെറുതെ വാശി പിടിക്കല്ലേ. അബി, നീ ഇതിൽ ഇടപെടരുത്. അമ്മ ഇതിൽ വെറുതെ ഇടപെടരുത്. വാ,
നിന്നെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. അമ്മയോട് യാത്ര പറഞ്ഞ അനുഗ്രഹം വാങ്ങിച്ചിട്ട് നീ പോയാ മതി. എന്നാ പിന്നെ എന്നെ കൊണ്ടുപോകുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. കൊള്ളാലോ അത്. വേണ്ട, അനങ്ങി പോരുത്. ഈ ജോലി നിനക്ക് നേടിത്തന്നത് ആരാണെന്ന് നിനക്കറിയാമെങ്കിൽ നിന്നെ കൊണ്ടുപോകാനും എനിക്കറിയാം. ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ എന്റെ അച്ഛന്റെ ആത്മാവ് എന്നോട് പൊറുക്കില്ല. ഞാൻ വരാം. നടക്ക. പോയിട്ട് വാ ഭരതേട്ടാ. അബി വാടാ. എനിക്ക് വിലയിടാൻ ആന്റി ഇനി ഒരുപാട് ജന്മങ്ങൾ ജനിക്കേണ്ടി വരും. നോക്കിക്കോ, എന്നായാലും എന്റെ അനിയൻ എന്റെ മുമ്പിലേക്ക് തന്നെ മടങ്ങി വരും. അതെനിക്ക് ഉറപ്പാ. കഥകളിൽ പോലും കാണില്ല നിങ്ങളെ പോലൊരു രക്തരക്ഷസ്. വാടാ. കേറാം. ഭാവന ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഭരത്തിനെ പഠിപ്പിച്ച് ഇതുവരെ എത്തിച്ചത്. ഇതിപ്പോ ഭാവനയോട് പോലും ഒരു വാക്ക് പറയാതെ അവൻ ഇന്റർവ്യൂവിന് പോകുന്നത്. ഭാവനയോട് അവൻ ഇങ്ങനെ കാണിക്കുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. അവന്റെ അറിവില്ലായ്മ കണ്ട് ഓർക്കണം. അവൻ ഈ ഇന്റർവ്യൂ പാസ്സാവണം. അമ്മേ, എന്നോട് നീ യാത്ര പറയാനോ അനുഗ്രഹം വാങ്ങാനോ ഒന്നും നിൽക്കണ്ട. പക്ഷേ അച്ഛനോടും അമ്മയോടും പറയാതെ നീ ഇന്റർവ്യൂവിന് പോവണ്ട. ഇവൻ ഇഷ്ടമില്ലാതെ എന്തിനാ കുഞ്ഞെ നീ ഇവനെ കൊണ്ടുവന്നത്? ഇതുവരെ ഇവന്റെ അനുവാദം വാങ്ങിച്ചിട്ടല്ലല്ലോ അമ്മേ.
ഞാൻ ഇവനെ പഠിപ്പിച്ചതും ഇതുവരെ കൊണ്ട് എത്തിച്ചതും